പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ ലണ്ടനിൽ പ്രതിഷേധം. ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ പ്രസംഗത്തിനിടയിലാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി എത്തിയത്. തൃണമൂൽ ഭരണത്തിൽ ബംഗാളിൽ അരങ്ങേറുന്ന അക്രമസംഭവങ്ങൾ, അജുകാൾ ആശുപത്രിയിൽ ജൂനിയർ ഡോക്ടറുടെ കൊലപാതകം തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. വിശദാംശങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, മമതാ ബാനർജിക്കെതിരെ വലിയ പ്രതിഷേധം തന്നെയാണ് ഉണ്ടായത്. മറ്റ് വിശദാംശങ്ങളും ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വളരെ വേഗം തിരികെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ബി.ജെ.പി. സംസ്ഥാന കോർ ഗ്രൂപ്പ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ പുതിയ കോർ അംഗങ്ങൾ യോഗത്തിൽ പങ്കെടുക്കും. പുതിയ സംസ്ഥാന അധ്യക്ഷന് പിന്നാലെ പുതിയ സംസ്ഥാന ഭാരവാഹികളെയും പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ് ബി.ജെ.പി. ശാലിനി ചേരുകയാണ്. ശാലിനി, എപ്പോഴായിരുന്നു യോഗ നടപടികൾ ആരംഭിക്കുക? മറ്റു വിവരങ്ങളും. ബി.ജെ.പി. സംസ്ഥാന കോർ ഗ്രൂപ്പ് യോഗമാണ് ഇന്ന് തിരുവനന്തപുരത്ത് ചേരുക. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ പുതിയ കോർ അംഗങ്ങൾ യോഗത്തിൽ പങ്കെടുക്കും. പുതിയ സംസ്ഥാന അധ്യക്ഷന് പിന്നാലെ പുതിയ സംസ്ഥാന ഭാരവാഹികളെയും പ്രഖ്യാപിക്കാനൊരുങ്ങുകയാണ് ബി.ജെ.പി. പുതിയ നേതൃത്വം, പുതിയ ഭാരവാഹികൾ, അങ്ങനെ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു യോഗ നടപടികളാണ് ഇന്ന് ചേരുന്നത്. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പടക്കം മുന്നിൽ നിൽക്കെ പുതിയ നേതൃത്വത്തിൻ്റെ കീഴിൽ വലിയ മുന്നേറ്റം സൃഷ്ടിക്കുക എന്നുള്ള ലക്ഷ്യമുണ്ട്. ശാലിനി ചേരുകയാണ്. ശാലിനി, ബി.ജെ.പി. സംസ്ഥാന കോർ ഗ്രൂപ്പ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരുകയാണ്. എപ്പോഴാണ് യോഗം ആരംഭിക്കുക? മറ്റു വിശദാംശങ്ങൾ കൂടി. സുരേഷ്, 11 മണിക്കാണ് ബി.ജെ.പിയുടെ കോർ കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് ചേരുന്നത്. പ്രധാനമായും പുതിയ അംഗങ്ങൾ, ഒപ്പം തന്നെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള യോഗം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് വിവിധ കൗൺസിലുകൾ, സംസ്ഥാന സമിതി, സംസ്ഥാന കൗൺസിൽ അടക്കം പുനഃസംഘടിപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ യോഗത്തിൽ പ്രധാന ചർച്ചയാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ തലസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങൾ, 4 ദിവസങ്ങൾക്ക് മുൻപാണ് പുതിയ സംസ്ഥാന അധ്യക്ഷൻ ചുമതലയേൽക്കുന്നത്. ചുമതലയേറ്റതിനു ശേഷം വിവിധ സംസ്ഥാന നേതാക്കന്മാരുമായിട്ടൊക്കെ അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നതിന് ശേഷം ഒരു നിർണായക കോർ ഗ്രൂപ്പ് യോഗത്തിലേക്ക് കടക്കുകയാണ്. അതിൽ യുവമോർച്ച അടക്കം വിദ്യാർത്ഥി സംഘടനകൾ അടക്കമുള്ള കാര്യങ്ങൾ പുനഃസംഘടിപ്പിക്കുന്ന വിഷയവും ചർച്ചയാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കുള്ള ഈ ഒരുക്കങ്ങൾ അടക്കം ഇന്നത്തെ യോഗത്തിൽ പ്രധാന ചർച്ചയായി വരുമെന്നുള്ള കാര്യവും പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും 11 മണിയോടുകൂടി യോഗം ആരംഭിക്കും. ഞാനിപ്പോൾ യോഗം നടക്കുന്ന സ്വകാര്യ ഹോട്ടലിലാണ് ഉള്ളത്. അല്പസമയത്തിനകം നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തും. സംസ്ഥാന നേതാക്കൾ, ഒപ്പം തന്നെ കൗൺസിൽ അംഗങ്ങൾ അടക്കമുള്ളവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരും തന്നെ തലസ്ഥാനത്ത് എത്തിയിട്ടുമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് സംസ്ഥാന കൗൺസിൽ, സംസ്ഥാന സമിതി അടക്കം പുനഃസംഘടിപ്പിക്കുന്ന കാര്യമാണ്. 30 ജില്ലാ അധ്യക്ഷന്മാരെ തെരഞ്ഞെടുത്ത് 30 ജില്ലാ അധ്യക്ഷന്മാർ ചുമതലയെടുത്ത് അവരുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് വിവിധ സമിതികളടക്കം പുനഃസംഘടിപ്പിക്കുന്ന കാര്യം ആലോചനയിൽ വരുന്നത്. ഇത് ഇന്നത്തെ ഈ യോഗത്തിൽ പ്രധാനപ്പെട്ട ചർച്ചയായി മുന്നോട്ട് വരികയും ചെയ്യും. ആരൊക്കെയാണ്, എവിടൊക്കെയാണ്, ഏത് തരത്തിലുള്ള ചുമതലകൾ ഏൽപ്പിക്കണം എന്നുള്ള കാര്യത്തിൽ ഇന്നത്തെ യോഗം പ്രധാനപ്പെട്ട തീരുമാനങ്ങളും നിർദ്ദേശങ്ങളും മുന്നോട്ട് വയ്ക്കും. പിന്നീട് ദേശീയ നേതൃത്വത്തെ ഇത് അറിയിക്കും. ദേശീയ നേതൃത്വത്തിന്റെയും കേന്ദ്ര നിർദ്ദേശത്തിന്റെയും അറിയിപ്പോടെ, ഒപ്പം തന്നെ അറിവോടെ കൂടിയായിരിക്കും ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. നിർണായക യോഗം 11 മണിയോടുകൂടി ആരംഭിക്കും. പുതിയ സംസ്ഥാന അധ്യക്ഷൻ, മുൻ കേന്ദ്രമന്ത്രി കൂടിയായ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലാണ് നിർണായക കോർ ഗ്രൂപ്പ് യോഗം തലസ്ഥാനത്ത് ചേരുക. സുരേഷ്, ശരി. ശാലിനിയാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.